ഹലോ സ്റ്റുഡൻസ്, ACCA കോഴ്സ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് 3 ലെവൽസ് ആയിട്ടാണ്. നോളജ്, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ ലെവൽ. നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ആണ് ACCAക്ക് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം അപ്പിയർ ചെയ്യേണ്ടത് നോളജ് ലെവൽ പേപ്പേഴ്സാണ്. നോളജ് ലെവലിൽ വരുന്ന ആദ്യത്തെ പേപ്പറാണ് ബിസിനസ് ആൻഡ് ടെക്നോളജി അഥവാ BT. നമ്മൾ കൊമേഴ്സിലേക്ക് ആദ്യമായിട്ട് വരുന്നൊരു വിദ്യാർത്ഥി അറിയേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള ബിസിനസ് ആൻഡ് അതർ ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ പേപ്പറാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. നമ്മുടെ അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ട്സ്, ഡെബിറ്റ്, ക്രെഡിറ്റ്, ലെഡ്ജർ, അങ്ങനെ ഒരു സോൾ ട്രേഡ് ബിസിനസ്സിൻ്റെയും കമ്പനി അക്കൗണ്ട്സിൻ്റെയും എല്ലാ ബേസിക് കാര്യങ്ങളും നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നതാണ്. മൂന്നാമത്തെ പേപ്പറാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അഥവാ MA. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ കോസ്റ്റിംഗ് ആണ് പഠിക്കുന്നത്. അതായത് ഒരു മാനുഫാക്ചറിങ് കമ്പനി ഒരു പ്രൊഡക്റ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്, അത് എത്ര രൂപ സെല്ലിംഗ് പ്രൈസിലാണ് വിൽക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു പേപ്പറിലുള്ള നോളേജ് വെച്ചിട്ടാണ്. പേപ്പറിൻ്റെ കണ്ടന്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ BT ഒരു തിയറി പേപ്പറാണ്. അവിടെ ചോദ്യങ്ങൾ മിക്കവാറും തിയറിറ്റിക്കൽ ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് നമ്മൾ തിയറി പഠിക്കും, എന്നാൽ ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിനേഷന് വരിക. ആൻഡ് FA ആൻഡ് MA എന്ന് പറയുന്ന പേപ്പേഴ്സ് അത് കാൽക്കുലേഷൻ പേപ്പേഴ്സാണ്. ഈ പറയുന്ന 3 പേപ്പേഴ്സിൻ്റെയും എക്സാമിനേഷൻ ഓൺ ഡിമാൻഡ് ആയിട്ട് സൈലത്തിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നതാണ്. എക്സാമിനേഷൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. പാസ്സാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ 50 മാർക്ക് സ്കോർ ചെയ്താൽ മതി. ആൻഡ് ഇവിടെ വരുന്ന ചോദ്യങ്ങൾ മിക്കവാറും കുഞ്ഞു 2 മാർക്കിൻ്റെയൊക്കെയുള്ള മൾട്ടി ചോയ്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവാറ്. ആൻഡ് ഈ 3 പേപ്പേഴ്സ് നോർമലി ഒരു 5 to 6 months പീരീഡിലാണ് സ്റ്റുഡൻസ് എക്സാം എഴുതി പാസ് ചെയ്ത് ക്ലിയർ ആവാറ്. ഇനി നിങ്ങൾ BCom പോലെയുള്ള ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞിട്ടാണ് ACCAക്ക് ജോയിൻ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ BCom ഫസ്റ്റ് സെമസ്റ്ററൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ACCAക്ക് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഈ നോളജ് ലെവലുള്ള പേപ്പേഴ്സ് മൊത്തം നിങ്ങൾക്ക് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നേരെ ACCAയുടെ നെക്സ്റ്റ് ലെവലായ സ്കിൽ ലെവൽ പേപ്പേഴ്സ് വെച്ചിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ACCA നോളജ് ലെവലിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ സീ യു ഫ്രം ദി ക്ലാസ്സസ്. ഓൾ ദി ബെസ്റ്റ്.